ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ മാത്രമേ താൻ ഇനി ചെരുപ്പിടുകയുള്ളൂ. നയം വ്യക്തമാക്കി തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമലൈ രംഗത്ത്. തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ച് അദ്ദേഹം പല കാര്യങ്ങളും എടുത്തു പറയുകയും ചെയ്തു. ക്ഷേത്രങ്ങളെ സർക്കാർ പിടിയിൽ നിന്നും മോചിപ്പിക്കൽ മാത്രമല്ല, തമിഴ്നാടിനെ $100 കോടി സമ്പദ്ഘടനയായി മാറ്റൽ, പഴയ സനാതനധർമ്മം തിരിച്ചു കൊണ്ടുവരൽ, അതേപോലെ തന്നെ തമിഴ് ജനതയെ ഇരുട്ടിലേക്ക് തള്ളുന്ന ടാക്സ് മാക്, കടകൾ നിയന്ത്രിക്കൽ എന്നിവയെല്ലാം തന്നെ തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ ലക്ഷ്യങ്ങളാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു ഉണ്ടായത്. ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അണ്ണാമലൈ കാലിൽ ചെരുപ്പിടാതെ എത്തിയത്. മാധ്യമ പ്രവർത്തകനാകട്ടെ അണ്ണാമലയെ ചോദ്യശരങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിക്കാൻ നോക്കിയെങ്കിൽ പോലും എല്ലാ ചോദ്യത്തിനും വളരെ കൃത്യമായ മറുപടി തന്നെയായിരുന്നു അദ്ദേഹം നൽകിയത്. കൃത്യമായ മറുപടി പറഞ്ഞു പോകുന്ന അണ്ണാമലയിൽ ആഴത്തിൽ ഒരു രാഷ്ട്രീയം പഠിച്ച നേതാവിന്റെ പക്വത നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. തമിഴ്നാടിന് വഴി തെറ്റിയിട്ട് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി. തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികളുടെ സംസ്കാരം ഇത് ഇല്ലാതാക്കണം, തമിഴ്നാട്ടിലെ സമ്പദ്ഘടനയിൽ മാറ്റം വരുത്തണമെന്നും തമിഴ് ജനതയെ മയക്കിയെടുക്കുന്ന ടാക്സ് മാക് ഷോപ്പുകൾ കുറയ്ക്കണം, ഹിന്ദു ക്ഷേത്രങ്ങളെ സർക്കാർ ഭരിക്കുന്ന സംവിധാനം ഇല്ലാതാക്കുമെന്നും ഇപ്പോൾ തമിഴ്നാട്ടിൽ ബി.ജെ.പിയെ വളർത്തുകയാണ് ചെയ്യേണ്ടത്. 2016 തമിഴ്നാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും പുതുതായി അംഗത്വ പ്രചാരണത്തിൽ ബി.ജെ.പി. 48 ലക്ഷം അംഗങ്ങളെ ചേർത്തിട്ടുണ്ടെന്നും ഇത് വലിയ നേട്ടം തന്നെയാണ് എന്നും 1980കളിലാണ് ജനസംഖ്യയിൽ നിന്നും ബി.ജെ.പി. രൂപപ്പെട്ടതെന്നും 1980ലാണ് ജനസംഘത്തിൽ നിന്നും ബി.ജെ.പി. രൂപപ്പെട്ടതെന്നും അതിനാൽ ബി.ജെ.പിയുടെ തമിഴ്നാട്ടിലെ പ്രവർത്തനം അത്ര ശക്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നും 1949 രൂപപ്പെട്ട പാർട്ടി കൂടിയാണ് DMK എന്നും അണ്ണാമലൈ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അണ്ണാമലൈയുടെ ചടുലമായ വാക്കുകൾ ഇങ്ങനെയാണ്: 1950 പെരിയാറിന് ഇന്നത്തെ തമിഴ്നാട്ടിൽ പ്രസക്തി നഷ്ടപ്പെട്ടു. MGR, കാമരാജ് എന്നിവർ ഒരു കാലത്ത് വലിയ ആദർശ ബിംബങ്ങളായിരുന്നുവെന്നും പക്ഷേ ഇവർ പ്രതിഷേധിച്ചത് പാർട്ടികൾ അവരുടെ ആദർശങ്ങളിൽ നിന്നും വ്യതിചലിച്ചു. അണ്ണാദുരയെ എടുക്കുന്നു. ഇപ്പോഴത്തെ DMK ഇപ്പോൾ എവിടെയാണ്? അണ്ണാദുരയുടെ ചെറുമകളിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. മദ്യക്കടകൾ തമിഴ്നാട്ടിൽ തുറക്കരുതെന്ന് പറഞ്ഞ നേതാവാണ് കാമരാജ്. ഇന്ന് 45,000 കോടിയാണ് ടാക്സ് മാക്കിൽ നിന്നും തമിഴ്നാട്ടിൽ ഒരു വർഷം ഉണ്ടാക്കുന്ന വരുമാനം. എന്തായാലും 2026 ബി.ജെ.പി. നിരവധി MLA-മാരെ സൃഷ്ടിക്കും. പട്ടാളി മക്കൾ കക്ഷി, വാസൽ തുടങ്ങിയ പാർട്ടികൾ NDA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. ഏകദേശം 18.5% വോട്ടുകൾ പിടിക്കാൻ ബി.ജെ.പി. സഖ്യത്തിന് സാധിച്ചു. നോക്കൂ, DMK അതേപോലെ തന്നെ AIADMK എന്നീ 2 പ്രധാന ദ്രാവിഡ പാർട്ടികളുടെ വോട്ടിംഗ് ശതമാനം കൂട്ടിയാൽ പോലും 50%-ത്തിൽ താഴെയാണ്. അതായത് അദ്ദേഹം ഇത്തരത്തിൽ ഒരു മറുപടി നൽകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകൻ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു: നിങ്ങൾക്ക് സനാതന ധർമ്മത്തിന്റെ പേരിൽ തമിഴ്നാടിനെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ വിഭജിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിനിമാ താരങ്ങളുടെ പിന്തുണയുമില്ല. പണ്ട് തമിഴ്നാടിനെ ഇളക്കി മറിച്ച പെരിയാറിനെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളായിരുന്നു. നിങ്ങൾക്ക് അത്തരം അടിത്തറയും അവകാശപ്പെടാനില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ അധികാരം പിടിക്കും എന്നതായിരുന്നു ആ ചോദ്യം. തമിഴ്നാട്ടിൽ ബി.ജെ.പി. അധികാരത്തിൽ വരുന്ന ദിനങ്ങൾ വിദൂരമല്ല എന്ന് തന്നെയാണ് അണ്ണാമലൈയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്ന ഭാഷാ യുദ്ധം പോലും വളരെ ആസൂത്രിതമായി DMK സർക്കാർ തയ്യാറാക്കിയ മറ്റൊരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. അതായത് ബി.ജെ.പി. ഒരിക്കലും അധികാരത്തിൽ വരാൻ പാടില്ല എന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ DMK എന്നൊരു പാർട്ടി തന്നെ ഈ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകും. മാത്രമല്ല സനാതന ധർമ്മത്തെ മുഖമടിച്ച് ആക്ഷേപിക്കുകയും എതിർക്കുകയുമാണ് മുഖ്യമന്ത്രിയുടെ എളിയ പുത്രനായ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി കൂടിയായ ഉദയനിധി സ്റ്റാലിൻ ചെയ്യുന്നതും. കോവിഡിനെയും ഡെങ്കിയെയും ഒക്കെ തന്നെ സനാതന ധർമ്മവുമായി താരതമ്യപ്പെടുത്തിയുള്ള ഉദയനിധിയുടെ പ്രസ്താവന വലിയ കോളിളക്കങ്ങളാണ് രാജ്യവ്യാപകമായി ഉണ്ടാക്കിയതും. മാത്രമല്ല സനാതന ധർമ്മത്തിന്റെ മൂല്യം എന്താണ് എന്ന് പോലും കൃത്യമായി അറിയാത്ത ഒരാളാണ് അങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചതും. ഇത്തരത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ DMK സർക്കാർ അതിനൊരു തിരിച്ചടി തന്നെ, ആ പാർട്ടിക്ക് ഒരു തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അണ്ണാമലൈയുടെ വാക്കുകളിൽ നിന്നും മുഴങ്ങി കേൾക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.